കൊച്ചി കാക്കനാട്ടെ ഫ്ളാറ്റ് സമുച്ചയത്തിലെ താമസക്കാർക്ക് കൂട്ടത്തോടെ ഛർദിയും വയറിളക്കവും. 3 ആഴ്ചയായി 100 കണക്കിന് പേരാണ് ചികിത്സ തേടിയത്. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്ന് അസോസിയേഷൻ പറയുന്നു. മലിനമായ കുടിവെള്ളം ഉപയോഗിച്ചത് മൂലം 100 കണക്കിന് ആൾക്കാർക്കാണ് ഛർദി, വയറിളക്കം തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. കാക്കനാട്ടെ 1000-ലധികം പേർ താമസിക്കുന്ന ഈ ഫ്ളാറ്റ് സമുച്ചയത്തിലാണ് കൂട്ടത്തോടെ ആൾക്കാർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായത്. 3 ആഴ്ചയായിട്ട് സമാനമായ ആരോഗ്യ പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും പ്രായമായവർക്കും ഒക്കെ തന്നെ ഈ ആരോഗ്യ പ്രശ്നങ്ങൾ, അതായത് വയറിളക്കവും ഛർദിയും തുടങ്ങിയവ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ ഇത് ഉണ്ടായ സമയത്ത് ഫ്ളാറ്റിലുള്ളവർ തന്നെ വെള്ളം ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചു. ആ പരിശോധനയിൽ ഈക്കോളി ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തി. അതായത് കുടിവെള്ളം കുടിക്കാൻ യോഗ്യം അല്ല എന്നുള്ളതാണ് ആ പരിശോധനയിലൂടെ കണ്ടെത്തിയത്. അത് കഴിഞ്ഞ മാസം 25-ാം തീയതിയായിരുന്നു. പക്ഷേ അതിനുശേഷവും തുടർച്ചയായിട്ട് ആളുകൾക്ക് ഈ ഛർദി, വയറിളക്കം തുടങ്ങിയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വന്നു. അത് ഒരു തവണ മാത്രമല്ല, വീണ്ടും ആരോഗ്യ പ്രശ്നങ്ങൾ വരുന്നു എന്നുള്ളതാണ് ഈ ഫ്ളാറ്റ് സമുച്ചയത്തിലെ താമസക്കാർ പറയുന്നത്. ക്യൂ ബ്ലോക്കിൽ ഉള്ളവർക്കാണ് കൂടുതലായിട്ട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായത് എന്നുള്ളതാണ് ഇവിടെ നിന്നുള്ള പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. പക്ഷേ അസോസിയേഷൻ പറയുന്നത് ഈ സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടപ്പോൾ തന്നെ മുൻകരുതലുകൾ സ്വീകരിച്ചു. 4 ഉറവിടങ്ങളിൽ നിന്നുള്ള വെള്ളമാണ് ഫ്ളാറ്റിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതിൽ വാട്ടർ അതോറിറ്റിയുടെ വെള്ളമുണ്ടായിരുന്നു, കിണറിൽ നിന്ന് വെള്ളമുണ്ടായിരുന്നു, കുഴൽക്കിണറിൽ നിന്ന് വെള്ളമുണ്ടായിരുന്നു, അതുപോലെ തന്നെ മഴവെള്ള സംഭരണിയിൽ വെള്ളമുണ്ടായിരുന്നു. ഇത് ഒരുമിച്ചായിരുന്നു ഫ്ളാറ്റിലേക്ക് പമ്പ് ചെയ്തിരുന്നത്. ആ പമ്പിങ് നിർത്തിവെച്ചു. അതിന് പകരം ടാങ്കറിൽ കൊണ്ടുവരുന്ന വെള്ളമാണ് അന്നു മുതൽ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് അസോസിയേഷൻ പറയുന്നത്. There was a contamination that has been sorted out. എൻ്റെ ഇന്നത്തെ റിസൾട്ട് വരാൻ തന്നെ 7 ദിവസം എടുക്കും. In the meantime, I am trying to get private agencies who are reliable to come and test our water. If we can do that, we will get results faster. And if I can eliminate or identify the issue or the source of contamination, I'll be able to stop it. ഏതാനും ദിവസങ്ങൾ മുമ്പ് മാത്രമാണ് ആളുകൾ കൂട്ടത്തോടെ ആരോഗ്യ പ്രശ്നം ഉണ്ടായ കാര്യം നഗരസഭയും ആരോഗ്യവകുപ്പിനെയും അറിയിച്ചത്. അതും മുൻ പ്രസിഡന്റ്, സംസ്ഥാന ആരോഗ്യവകുപ്പ് മന്ത്രിയെ വിളിച്ച് അറിയിച്ചതിന് ശേഷമാണ് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ ഫ്ളാറ്റ് സമുച്ചയത്തിലേക്ക് എത്തിയത് എന്നുള്ളതാണ് അവർ പറയുന്നത്. എന്തായാലും നിലവിൽ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് അസോസിയേഷൻ പറയുമ്പോഴും വീണ്ടും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടെന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യം ഉയരുന്നുണ്ട്. അത് എന്തുകൊണ്ട് എന്നുള്ളത് കണ്ടെത്തേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ ഇവിടെയുള്ളവരുടെ ആരോഗ്യം സംരക്ഷിക്കാൻ കഴിയുകയുള്ളൂ. തീർച്ചയായിട്ട് ഇങ്ങനെ അസുഖങ്ങൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടെന്നുള്ള ചോദ്യത്തിന് ഉത്തരം ആരോഗ്യവകുപ്പ് കണ്ടെത്തേണ്ടതുണ്ട്. ഈ വിഷയമാണ് ഇന്ന് 24-ൽ ആദ്യം നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. നമുക്കൊപ്പം അതിഥികളുണ്ട്. അഡ്വക്കേറ്റ് ഹരീഷ് ആ ഫ്ളാറ്റിലെ താമസക്കാരനാണ്. CC വിജു, അദ്ദേഹം കൗൺസിലറാണ്. അതോടൊപ്പം തന്നെ പൊതുപ്രവർത്തകനായ ശ്രീ MK ഹരിദാസിനെയും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ആദ്യം ശ്രീ CC വിജു, നോക്കൂ, 5000-ഓളം പേർ താമസിക്കുന്ന ഒരു ഫ്ളാറ്റാണ്. എത്രയോ കാലങ്ങളായി പലർക്കും ഇങ്ങനെ അസുഖം വരുന്നുണ്ട്, പലരും ചികിത്സ തേടുന്നുണ്ട്. അപ്പം അതുപോലെ കഴിഞ്ഞ മാസം 29-ാം തീയതി ഈക്കോളി ബാക്ടീരിയയുടെ അളവ് കൂടാണ്. അത് വാട്ടർ കണ്ടാമിനേഷൻ ഉണ്ട്, ദിസ് വാട്ടർ ഈസ് നോട്ട് ഗുഡ് ഫോർ യൂസ് എന്ന രീതിയിലുള്ള റിപ്പോർട്ട് കിട്ടിയതാണ്. അതിനുശേഷവും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. എത്ര ആളുകളുടെ ജീവനാണ് അപ്പോൾ വലിയ പ്രയാസത്തിലായിരിക്കുന്നത്. ഇങ്ങനെ ഒരു റിപ്പോർട്ട് കിട്ടിയിട്ട് പോലും ഒരു നടപടി സ്വീകരിക്കാത്തത് എന്തുകൊണ്ടായിരിക്കാം? വാർഡിലെ DLF ഫ്ലാറ്റ് സമുച്ചയം ഏതാണ്ട് 15ഓളം ടവറുകൾ ഉൾക്കൊള്ളുന്ന ഒരു കെട്ടിട സമുച്ചയമാണ്. അവിടെ നേരത്തെ സൂചിപ്പിച്ച മാതിരി കുടിവെള്ളത്തിന് 3-4 സ്രോതസ്സുകളാണ് അവിടെ ഉപയോഗിക്കുന്നത്. ഒന്ന് കേരള വാട്ടർ അതോറിറ്റിയുടെ വെള്ളം, പിന്നെ അവിടുത്തെ കിണറിൽ നിന്നുള്ള വെള്ളം, പിന്നെ ടാങ്കർ ലോറിയിൽ നിന്നുള്ള വെള്ളം. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം എല്ലാം ഒരു ടാങ്കിൽ ചെന്ന് അത് സമ്പിലേക്ക് എത്തിച്ച് അവിടെ നിന്ന് 2-3 ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടാണ് ഇത് അവിടെ വിതരണം ചെയ്യുന്നതായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അങ്ങനെ ആ പ്ലാന്റ് സന്ദർശിച്ച് ഞങ്ങൾക്ക് പോകുമ്പോൾ ഇതിങ്ങനെ ഒരിക്കലും വരാൻ പാടില്ലാത്തൊരു സംഭവമാണ് ഇപ്പോൾ ഈ പറയുന്ന ഈ കോളിൻ്റെ അളവ് കൂടി എന്നുള്ളത് വളരെ ദൗർഭാഗ്യകരമാണ്. കാരണം അവിടുത്തെ ഇത് ഞങ്ങൾ സന്ദർശിച്ചപ്പോൾ അങ്ങനെ ഒരു വരേണ്ടതായിട്ട് ഒന്നുമില്ല. ഇനി എന്തായാലും വന്ന് അതിന് കൃത്യമായിട്ടുള്ള നടപടികൾ വേണം, കൃത്യമായിട്ടുള്ള പരിശോധനകൾ വേണം. നാളെ ഒരിക്കലും ഇത് ആവർത്തിക്കാൻ പാടില്ല. ഇത് എവിടെ നിന്ന് വന്നു എന്നതിനെക്കുറിച്ച് ഇപ്പോൾ കൗൺസിലറെ സംബന്ധിച്ചോളം ഞാൻ അറിയുന്നത് ഞായറാഴ്ച വൈകിട്ടാണ്. ഞായറാഴ്ച വൈകിട്ട് അറിഞ്ഞ ഉടനെ തന്നെ നഗരസഭ ആരോഗ്യ ഉദ്യോഗസ്ഥരും നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ഒപ്പം തന്നെ ആശാ വർക്കർ, ബന്ധപ്പെട്ട ഫാമിലി ഹെൽത്ത് സെൻ്ററിലെ
ഡോക്ടേഴ്സ് അത് ഉൾപ്പെടെ എല്ലാവരും അറിയിച്ചുകൊണ്ടുള്ള നടപടിക്രമങ്ങൾ അവിടെ ഇങ്ങനെ ഒരു കാരണം ഉണ്ട് എന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് അവിടെ നമ്മുടെ ആരോഗ്യശാന്തി കമ്മിറ്റി ചെയർമാൻ ഉടൻ തന്നെ അവിടെ എത്തി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. പുറകെ മറ്റുള്ള ഉദ്യോഗസ്ഥരും എത്തിയെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുക. കാരണം ഞാൻ ആ സമയത്ത് ശബരിമല ദർശനത്തിലായിരുന്നു. അതുകൊണ്ട് എനിക്ക് നേരിട്ട് അന്നേരം ആ സമയത്ത് എത്താൻ കഴിഞ്ഞില്ല. പക്ഷേ അന്നേരം ഒരു 10-20 പേരുടെ കാര്യമാണ് സൂചിപ്പിച്ചിരുന്നുള്ളൂ. പിന്നീടാണ് ഇങ്ങനെ ക്രമാതീതമായിട്ട് ഉയർന്നതായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞത്. എന്നിരുന്നാലും അവിടുത്തെ മേജറായിട്ടുള്ള ഈ വിഷയം ഉദ്യോഗസ്ഥർ അവിടെ എത്തി, കുറെ പേര് അന്നും ശാരീരിക പ്രയാസങ്ങൾ നേരിടുന്നുണ്ടായിരുന്നു. അതിനുശേഷം എന്ത് നടപടി സ്വീകരിച്ചു? ഈ കഴിഞ്ഞ ഞായറാഴ്ചയ്ക്ക് ശേഷം എന്താണ്? ഇപ്പം വെള്ളം ചൂടാക്കി കുടിക്കണമെന്നൊരു നിർദ്ദേശം മാത്രമാണ് കൊടുത്തതെന്ന് പറയുന്നു, അങ്ങനെയാണോ? അതിനെക്കുറിച്ച് എനിക്ക് വ്യക്തമായിട്ടുള്ള ഒരു റിപ്പോർട്ടും തന്നിട്ടില്ല. എന്തായാലും അങ്ങനത്തെ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. നമ്മൾ ഫാമിലി ഹെൽത്ത് സെൻ്ററിലെ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് അന്നേരം അവർക്ക് പരിശോധനയ്ക്ക് ബോട്ടിൽ അവധി ദിവസമായതുകൊണ്ട് ബോട്ടിൽ ലഭ്യമായിരുന്നില്ല. അതുകൊണ്ട് അവർക്ക് പരിശോധനയ്ക്ക് അയക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് അവർ ഇന്നും പറഞ്ഞത്. ഇന്ന് രാവിലെ മുതൽ ഞങ്ങൾ അവിടെ സ്ഥലത്ത് അഡ്വക്കേറ്റ് ഹരീഷ്, ഇപ്പം ഈ താങ്കൾ അവിടെ താമസിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പൊ പലരും പല കാലങ്ങളായി ഇങ്ങനൊരു എത്ര കാലമായി ശരിക്കും ഈ ഒരു പ്രശ്നം, അതായത് ഈ തുടങ്ങിയിട്ട് എത്ര കാലമായി? ഈ പ്രശ്നം തുടങ്ങിയെന്ന് പറയാൻ ആയിട്ട് 2 ആഴ്ച, ഒരു മെയ് 25th 26th ശേഷമാണ് ഇങ്ങനത്തെ കേസുകൾ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ ഒരു ജൂൺ 1-ാം തീയതിയോടുകൂടി കുറച്ച് കേസുകൾ കൂടാൻ തുടങ്ങി. അപ്പോഴാണ് പരസ്പരം എല്ലാവരും അറിയാൻ തുടങ്ങിയത് ഇത് എന്താണെന്നുള്ളത്. ഇപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെ പറയുകയാണെങ്കിൽ എൻ്റെ വീട്ടിൽ വൈഫിന് ജൂൺ 1-ാം തീയതി 2-ാം തീയതിയോടുകൂടിയാണ് ശരിക്കും ഛർദിയും പനിയും ആരംഭിക്കുന്നത്. നമ്മൾ ആദ്യം വിചാരിച്ചു സാധാരണ ഫുഡ് എന്തെങ്കിലും കഴിച്ചു തന്നെയാണെന്നുള്ളത്. പക്ഷെ അത് കോമൺ ആയിട്ടുള്ള നമ്മുടെ ഗ്രൂപ്പിൽ, ബ്ലോക്കിൻ്റെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തു. 2-3 ദിവസം 4 ദിവസം കഴിഞ്ഞ് 5 ദിവസം കഴിഞ്ഞ് മാറാതെ വന്നപ്പം ഷെയർ ചെയ്തപ്പോഴാണ് ഓരോരുത്തർ ഇതേ സെയിം സിംറ്റം പറയാൻ തുടങ്ങിയത്. അപ്പം നോക്കിയപ്പോഴാണെങ്കിൽ വെള്ളത്തിൻ്റെ വെള്ളം അപ്പോഴും നമുക്കറിയില്ല. അത് കഴിഞ്ഞ് പിന്നീട് എല്ലാ ഫ്ലാറ്റുകളുടെയും, അതായത് 15 ബ്ലോക്കുണ്ട്, ഈ 15 ബ്ലോക്കിൻ്റെയും ഗ്രൂപ്പുകളിൽ ഇത് ചർച്ചാ വിഷയമായപ്പോഴാണ് എല്ലാ ആൾക്കാർക്കും സെയിം സിംറ്റം. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയോടുകൂടി ഇത് ഭയങ്കര കൂടുതലായി. ഒരു ബ്ലോക്കിൽ നിന്ന് തന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം 20-30 ആൾക്കാർ അല്ലെങ്കിൽ അപ്പാർട്ട്മെൻറ്റിലുള്ള ആൾക്കാർക്ക് ഇത് എഫക്റ്റഡ് ആവാൻ തുടങ്ങി, കൂടാൻ തുടങ്ങി. ഈ കഴിഞ്ഞ 4 ദിവസത്തിൻ്റെ ഇടയിലാണ് ഇത് വളരെ രൂക്ഷമായി കൂടാൻ തുടങ്ങിയത്. ഒരു ദിവസം 30-ലും മേലെ അല്ലെങ്കിൽ 40-ലും മേലെ ഒരു ബ്ലോക്കിൽ നിന്നും തന്നെ ആൾക്കാർക്ക് ഛർദിയും പനിയും കുടിവെള്ളത്തിന്റെ സ്രോതസ്സുമായി ബന്ധപ്പെട്ട് തന്നെ ഈ പലയിടങ്ങളിൽ ചിലയിടങ്ങളിൽ കോർപ്പറേഷൻ വാട്ടർ ഉണ്ട് ഹരീഷ്, ചിലയിടങ്ങളിലേക്ക് ടാങ്കറിൽ എത്തിക്കുന്നുണ്ട്, കുഴൽക്കിണർ ഉപയോഗിക്കുന്നവരുണ്ട്, അങ്ങനെ പല സംവിധാനങ്ങളിൽ വെള്ളം എത്തുന്നുണ്ട്. അപ്പം ഏതെങ്കിലും ഒരു സംവിധാനത്തിൽ നിന്ന് വെള്ളം വരുന്ന ടവറിൽ മാത്രമാണോ ഈ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളത്? അല്ലല്ല, ഇവിടെ അങ്ങനെയല്ല. ഇവിടെ കോമൺ ആയിട്ട് വെള്ളം എല്ലാവർക്കും ഒരേ വെള്ളം തന്നെയാണ്. അതായത് കിണറുന്നുണ്ട്, റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് സിസ്റ്റം ഉണ്ട്, പിന്നെ ടാങ്കർ വാട്ടർ കഴിഞ്ഞ കൊല്ലം തൊട്ടിട്ട് അടിക്കാൻ തുടങ്ങിയിട്ടുള്ളൂ. ഈ 3ഉം കൂടെ മിക്സ് ചെയ്തിട്ടാണ് അടിക്കുന്നത്. അത് മെയിൻ ടാങ്കിൽ നിന്നും ഈ 15 ബ്ലോക്കിൻ്റെ ഓവർ ഹെഡ് ടാങ്കിലേക്കും ഒരേ വെള്ളം തന്നെയാണ് പോകുന്നത്. അപ്പം എല്ലാവർക്കും ഒരേ വെള്ളമാണ് പോകുന്നത്. അല്ല, ഇന്ന് രാവിലെ എനിക്ക് തോന്നുന്നു ഉടമ സംസാരിച്ചപ്പോൾ പല സ്രോതസ് ഉണ്ട്, അങ്ങനെയാണ് സംസാരിച്ചത്. ചോദ്യം കേട്ടില്ല. അല്ല, രാവിലെ ഈ ഫ്ലാറ്റിന്റെ ഉടമ സംസാരിച്ചിരുന്നില്ല, ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരണം നൽകിയിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞത് ചില ടവറുകളിലേക്ക് മാത്രമാണ് കോർപ്പറേഷൻ, ചില ടവറുകളിലേക്ക് കിണറിൽ നിന്നുള്ള വെള്ളമാണ്, അങ്ങനെ മാറി മാറിയാണെന്നാണ് പറഞ്ഞത്. എല്ലാത്തിലേക്കും ഒരേ സ്രോതസ്സാണെന്ന് പറഞ്ഞിരുന്നില്ല. അതാണ് ഞാൻ ചോദിക്കാനുള്ള കാരണം. മാറി എന്ന് പറയുന്നത് ശരിയല്ല. മാറി എന്ന് പറഞ്ഞാൽ ശരിയല്ല. കോർപ്പറേഷനിൽ നിന്ന് വളരെ കുറച്ചേ വെള്ളമേ ഉള്ളൂ. ആ വെള്ളവും റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ്ങിൻ്റെ വെള്ളവും കിണറിലെ വെള്ളവും കൂടി മിക്സ് ചെയ്ത്, അതുപോലെ ടാങ്കർ വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ടാണ് അടിക്കുന്നത്. അപ്പോൾ ഒരു വിഭാഗക്കാർക്ക് മാത്രം കോർപ്പറേഷൻ വെള്ളവും ഒരു വിഭാഗക്കാർക്ക് മറ്റേ വെള്ളം, അങ്ങനെ ഇല്ല. അങ്ങനെയാണെങ്കിൽ ആ കോർപ്പറേഷൻ വെള്ളത്തിൽ നല്ലതാണെന്നുണ്ടെങ്കിൽ അതിൽ വരുന്ന ആൾക്കാർക്ക് ഇൻഫെക്റ്റഡ് ആവണ്ട. ഇത് 15 ബ്ലോക്കിലുള്ള ആൾക്കാരും ഈക്വലി ഇൻഫെക്റ്റഡ് ആണ്. അപ്പോൾ അത് പറഞ്ഞത് ശരിയല്ല, ശരിയായിട്ടുള്ള കാര്യമല്ല. എല്ലാവർക്കും ഒരേ വെള്ളം തന്നെ കിട്ടുന്നു.
ഇപ്പം അദ്ദേഹം സംസാരിച്ചപ്പം അദ്ദേഹം ഏതോ വരുന്ന വഴിക്ക് ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറിയിരുന്നു. ഹോട്ടലിന്റെ പേര് പറയാൻ അദ്ദേഹം തയ്യാറായില്ല. അത് കഴിഞ്ഞ് ഒരുപക്ഷെ അന്ന് പിറ്റേ ദിവസം അദ്ദേഹത്തിനും അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടു. അപ്പം അദ്ദേഹത്തിന്റെ ധ്വനി ഒരുപക്ഷെ ഈ ഭക്ഷണവുമായി ബന്ധപ്പെട്ടുമാകാം ഈ ഇൻഫെക്ഷൻ എന്നാണ്. അങ്ങനെയാവുമ്പോഴും ഈ രീതിയിൽ ബൾക്കായിട്ട് ഇൻഫെക്ഷൻ വരുമോ ഹരീഷ്? ഇവിടെ 1268 അപ്പാർട്ട്മെന്റ് ഉണ്ട്. ചുരുങ്ങിയത് 4500 മുതൽ 5000 ആൾക്കാർ വരെ ഈ കോംപ്ലക്സിൻ്റെ ഉള്ളിൽ ഇപ്പം നിലവിൽ താമസിക്കുന്നുണ്ട്. ഇത് ഒരു 3-4 ഐസൊലേറ്റഡ് കേസല്ല. ഞാൻ ചിലപ്പോൾ ഇന്നൊരു ഹോട്ടലിൽ ഫുഡ് ഓർഡർ ചെയ്യും, അപ്പുറത്തുള്ള അപ്പാർട്ട്മെൻറ്റ് വേറെ ഹോട്ടലിൽ ഫുഡ് ഓർഡർ ചെയ്യും. ഇത് അങ്ങനെ വരുന്ന ഒരു ഐസൊലേറ്റഡ് കേസായിട്ടല്ല. ഇത് ഒരേ സിംറ്റംസോടുകൂടി ഒരു പെർട്ടിക്കുലർ സമയത്ത് ഒരു 10 ദിവസം ഇങ്ങോട്ടായി ഒരേ സിംറ്റംസോടുകൂടി ഒരു 350 മുതൽ 400 മേലെ ആൾക്കാർക്ക് ഇത് വരണമെങ്കിൽ എല്ലാവരും ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചു. കുട്ടികളും പ്രായമായ 70 വയസ്സ് 80 വയസ്സ് എല്ലാവരും ഒരേ ഹോട്ടലിൽ പോയി കഴിച്ചെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഹോട്ടലിൽ പോയി കഴിച്ചെന്നോ അനുമാനിക്കുന്നത് തെറ്റാണ്. അത് ശരിയായിട്ടുള്ള കാര്യമല്ല. ഇത് കോമൺ ആയിട്ട് ഇവിടെ ഷെയർ ചെയ്യുന്നത് വെള്ളമാണ്. കോമൺ സിംറ്റമാണ് കാണിക്കുന്നത്. കോമൺ ഡിസീസാണ് വന്നിട്ടുള്ളത്. അത് ഈ ചുരുങ്ങിയ കാലത്തായിട്ടേ ഉള്ളൂ. ഒരേ സമയത്താണ് എല്ലാവർക്കും തുടങ്ങിയിട്ടുള്ളത്. അത് കണ്ടിന്യൂ ചെയ്യുന്നു. ഇപ്പൊ നമ്മളൊരു റിപ്പോർട്ട് കാണുന്നുണ്ട്. അത് കഴിഞ്ഞ മാസം 29-ാം തീയതിയുള്ള റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിൽ ഈ വെള്ളം ഉപയോഗിക്കാൻ പാടില്ല, ഉപയോഗശൂന്യമാണ് എന്ന് കൃത്യമായി അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ റിപ്പോർട്ടിന് ശേഷം എന്തെങ്കിലും ഈ ജലസ്രോതസ്സുമായി ബന്ധപ്പെട്ട് മാറ്റം വരുത്തിയിരുന്നോ? എന്തെങ്കിലും നടപടി സ്വീകരിച്ചതായി താങ്കൾക്കറിയാമോ? ഈ റിപ്പോർട്ട് 24-ാം തീയതി വെള്ളം സാമ്പിൾ എടുത്തു, 25-ാം തീയതി ടെസ്റ്റ് കഴിഞ്ഞു, 29-ാം തീയതി ഇതിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്തു. ആ വെണ്ടർ ചെയ്ത കമ്പനി അസോസിയേഷന് കൈമാറിയിട്ടുണ്ട് 29-ാം തീയതി തന്നെ. അന്ന് മുതൽ ഇത് ഞങ്ങളാരും അറിഞ്ഞിട്ടില്ല. ഇത് രൂക്ഷമായി പ്രശ്നമായി എല്ലാ ഗ്രൂപ്പിലും ആൾക്കാർ ഹോസ്പിറ്റലിലേക്ക് റഷ് ചെയ്യാൻ തുടങ്ങുന്നു. ഇത് ഒരു വലിയൊരു സ്ഥിതിയിലേക്ക് മാറിയെന്ന് കണ്ടപ്പോൾ മാത്രം മിനിഞ്ഞാന്നാണ് ഇത് പബ്ലിഷ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഞങ്ങളെല്ലാവരും അറിയുന്നത് 2 ദിവസമായിട്ടേ ഉള്ളൂ ഇങ്ങനെ റിപ്പോർട്ടുള്ള കാര്യം തന്നെ അറിയുന്നത്. അപ്പോൾ അതിന് ശേഷം കാര്യമായ ഭേദഗതികൾ വരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പോസ്റ്റുകളോ കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല. പക്ഷെ അവർ പറയുന്നത് അവർ വെള്ളത്തിൻ്റെ കാര്യങ്ങളിൽ പല കാര്യങ്ങളും മാറ്റാൻ ശ്രമിച്ചു എന്നും അവർ ശ്രമിക്കുന്നുണ്ടെന്നും ഇപ്പം പറഞ്ഞു കേൾക്കുന്നു. അവരെന്ത് ശ്രമമാണ് എടുത്തതെന്ന് അറിയില്ല. അതാരോടും പറഞ്ഞിട്ടില്ല, ഞങ്ങൾക്കറിയില്ല. പക്ഷേ സ്ഥിതി ആ 10 ദിവസം 15 ദിവസമായിട്ടുള്ള സ്ഥിതി കൂടുതൽ എഗ്രിവേറ്റ് ചെയ്ത് വഷളായിക്കൊണ്ടിരിക്കുക എന്നല്ലാതെ കുറഞ്ഞിട്ടില്ല. ഇപ്പൊ 5 പേര് ആശുപത്രിയിലുണ്ട്. അതിൽ കുട്ടികളുണ്ട്, പ്രായമായവർ വരെയുണ്ട്. അപ്പം ഈ നമുക്കൊരു പക്ഷേ ഇപ്പൊ ഇന്നൊരു ടെസ്റ്റ് നടത്തിയാൽ അതിന്റെ ഫലം വരാൻ ഇനിയും 7 ദിവസം കാത്തിരിക്കേണ്ടി വരും. അതല്ലാതെ ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്ന ആളുകളുണ്ടല്ലോ, അവർക്ക് അവിടെ ചികിത്സ നടത്തുമ്പം ഡോക്ടർമാർ എന്താണ് പറയുക? അതുമായി ബന്ധപ്പെട്ട ഹരീഷിന് എന്തെങ്കിലും കാര്യം അറിയോ? അതിലെന്താ കാര്യം എന്ന് പറഞ്ഞാൽ പല ആൾക്കാരും ഏത് ഹോസ്പിറ്റലിലാണ് പോകണമെന്ന് അറിയില്ല. മിനിഞ്ഞാന്ന് എനിക്ക് സൺറൈസ് ഹോസ്പിറ്റലിലെ സൂപ്പറിനെ അയച്ചൊരു മെസ്സേജ് പ്രകാരം മിനിഞ്ഞാന്ന് മാത്രം 42 പേര് സൺറൈസിൽ പോയിട്ടുണ്ട്. ഇവിടുന്ന് കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ അറൗണ്ട് ഇന്നലെ മിനിഞ്ഞാന്നായിട്ട് 60 മുതൽ 70 പേര് വരെ പോയിട്ടുണ്ട്. പല ആൾക്കാരും പല പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലാണ് പോണത്. അപ്പോൾ ഇവരെവിടെ പോയി, എന്തൊക്കെയാണ് ഇവർക്ക് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുള്ളത്, എവിടെയെങ്കിലും ഇവർ ടെസ്റ്റിന് കൊടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊന്നും ആരും ഇതുവരെ ഷെയർ ചെയ്തിട്ടില്ല. ഒരു ഇൻഡിവിജ്വൽസും അവരുടെ മെഡിക്കൽ റിപ്പോർട്ട്, അതായത് ഹോസ്പിറ്റലിൽ നിന്ന് ബ്ലഡ് എടുത്തിട്ടോ അല്ലെങ്കിൽ സ്റ്റൂൾ എടുത്തിട്ടോ അങ്ങനെ ചെയ്തിട്ടുള്ളതൊന്നും ഇതുവരെ റിപ്പോർട്ട് പുറത്തേക്ക് വന്നിട്ടില്ല. ശരി, ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ദയവായി തുടരുക. ശ്രീ എം കെ ഹരിദാസ്, പൊതുജന ആരോഗ്യം അത് വളരെ ഗൗരവമേറിയ ഒരു വിഷയമാണ്. അതുമായി ബന്ധപ്പെട്ട് കൃത്യമായ പ്രോട്ടോകോൾ നമുക്ക് മുന്നിലുണ്ട്. ഇപ്പോൾ ഈ വിഷയത്തിൽ ഇടപെടും എന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നോക്കൂ, ഇങ്ങനെ ഒരു റിപ്പോർട്ടുണ്ട്, ഈക്കോളി ബാക്ടീരിയയുടെ അളവ് കൂടുതലാണ്. എന്നിട്ടും എന്ത് നടപടി സ്വീകരിച്ചു എന്നുള്ളത് ആ ഫ്ളാറ്റിൽ താമസിക്കുന്ന ഒരാളെയും അറിയിച്ചിട്ടില്ല. ഇപ്പം 5000-ഓളം ആളുകൾ താമസിക്കുന്ന ഫ്ളാറ്റ് സമുച്ചയമാണത്. നോക്കൂ, ഇത് എത്രത്തോളം നമ്മുടെ ആരോഗ്യസ്ഥിതിയുടെ കാര്യത്തിൽ സുരക്ഷിതരല്ല എന്നുള്ളതിന്റെ കേവലം ഒരു വാണിംഗ് മാത്രമാണ് ഈ പ്രശ്നം. ഞാൻ നിങ്ങളോട് ഈ സംസാരിക്കുന്നത് ഈ ഫ്ലാറ്റിൽ നിന്നും ഏകദേശം 1.25 കിലോമീറ്റർ ദൂരത്തിരുന്നു കൊണ്ടാണ്. അപ്പൊ ഈ ഫ്ലാറ്റൊക്കെ നിത്യേന അതിന്റെ മുൻപിലൂടെ ഒക്കെ പോകുമ്പോൾ കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പൊ ഈ കാക്കനാട് ഈ തൃക്കാക്കര മുനിസിപ്പാലിറ്റിയുടെ പരിധിയിലെ ഈ കുടിവെള്ളവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലെ എത്രത്തോളം ശുഷ്കാന്തി കുറവോടെ ആണ് ഇതിന്റെ അധികൃതരെ ഇത് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് വളരെ ശ്രദ്ധയോടെ നോക്കിക്കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഈ ടാങ്കറിൽ ഈ കുടിവെള്ളങ്ങൾ എത്തിക്കുന്ന എല്ലാ ഒട്ടുമിക്ക അപ്പാർട്ട്മെന്റും കഴിഞ്ഞ ഏകദേശം ഫെബ്രുവരി 15-ാം തീയതി മുതൽ മെയ് 15 വരെ നമ്മുടെ മഴ പെയ്യുന്നത് വരെ ഈ ടാങ്കറുകളിൽ എത്തിക്കുന്ന വെള്ളം ഉപയോഗിച്ചാണ് ഈ അപ്പാർട്ട്മെന്റ്
അപ്പാർട്ട്മെന്റുകളുടെ പ്രവർത്തനങ്ങൾ നടന്നിരിക്കുന്നത്. കാരണം കോർപ്പറേഷൻ ഒന്നരാടനായിരുന്നു ഇലക്ഷൻ മുഖരിതമായ ഒരു സമയത്ത് നിത്യേന വെള്ളം വിട്ടെങ്കിലും പിന്നീട് അത് ഒന്നരാടനൊക്കെ ആയിരുന്നു വെള്ളം. അത്തരത്തിലുള്ള വെള്ളം കൊണ്ടൊന്നും ഇപ്പൊ ഈ 5000-4500 ആൾക്കാർക്കൊന്നും അവരുടെ നിത്യോപയോഗത്തിനൊന്നും തികയില്ല. അപ്പൊ ഇവരൊക്കെ കുടിച്ചിരുന്നത് ഈ കുടിവെള്ളം എന്ന് പറഞ്ഞിട്ട് ലേബിൾ ഒട്ടിച്ചിട്ടുള്ള ഈ ടാങ്കറിൽ കൊണ്ടുവരുന്ന വെള്ളമാണ്. ആ ടാങ്കറിലെ വെള്ളത്തിന് എന്ത് സുരക്ഷിതത്വമാണ് ഉള്ളത് എന്ന് പരിശോധിക്കേണ്ടത് അപ്പാർട്ട്മെന്റിനെക്കാട്ടിലും നമ്മുടെ സർക്കാരാണ്. കാരണം ജീവജലം എന്നാണ് ഈ വെള്ളത്തിനുള്ള പ്രധാനപ്പെട്ട ഒരു ക്യാപ്ഷൻ ജീവജലമാണ്. മനുഷ്യന്റെ ജീവൻ നിലനിർത്താൻ അത്യാവശ്യമായിട്ടുള്ള ഒരു വസ്തുവാണ് ജലം. ആ ജലം ഇവിടെ തലങ്ങും വിലങ്ങും കടന്നിട്ട് ഈ ടാങ്കർ ലോറികളിലൂടെ ഇത്തരം അപ്പാർട്ട്മെന്റുകളിലേക്കും ഗാർഹിക ആവശ്യങ്ങൾക്കായിട്ട് ചെറുകിട വീടുകളിലേക്കും ഒക്കെ സപ്ലൈ ചെയ്യുമ്പോൾ ആ വെള്ളത്തിന്റെ പ്യൂരിറ്റി എത്രത്തോളം ഉണ്ട്, അതിൽ ഈക്കോളിയുടെ സാന്നിധ്യമുണ്ടോ എന്നുള്ള പരിശോധനകളൊക്കെ ഒരെണ്ണം പോലും നടത്തിയിട്ടില്ല എന്നാണ് വിവരാവകാശ നിയമപ്രകാരം കുറിച്ച മറുപടിയിലൂടെ. ഞാനിത് ഈ ഫെബ്രുവരി മാർച്ചിലാണ് ഞാൻ മാധ്യമങ്ങൾക്ക് കൊടുത്തത്. അതായത് ഈ കുടിവെള്ളം ഇത്തരത്തിൽ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് തൃക്കാക്കര മുനിസിപ്പാലിറ്റിയോ കൊച്ചിൻ കോർപ്പറേഷനോ ഒരാൾക്കും ലൈസൻസ് നൽകിയിട്ടില്ല. അപ്പൊ ലൈസൻസ് ഉള്ള അതോറിറ്റികളല്ല ഈ വെള്ളം സപ്ലൈ ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അവരെവിടെ നിന്നാണ് ഈ വെള്ളം കൊണ്ടുവരുന്നത് എന്നുള്ളത് ഇത് വാങ്ങുന്നവർ അറിയുന്നില്ല. അവർ വെള്ളം ഓർഡർ ചെയ്യുന്നു, അത് ചിലപ്പോൾ പുഴയിൽ നിന്നാവും എടുക്കുന്നത്, ചിലപ്പോൾ മലിനജലാവും എടുക്കുന്നത്. അത് കൊണ്ടുപോയിട്ട് സെക്യൂരിറ്റിക്കാരാണ് ഇവരുടെ അണ്ടർഗ്രൗണ്ട് ടാങ്കില് അണ്ടർഗ്രൗണ്ട് സമ്പില് ഈ വെള്ളം അടിച്ചു കൊടുക്കുന്നത്. ആ വെള്ളം മുകളിലേക്ക് കയറ്റിയിട്ടാണ് പിഞ്ചു കുഞ്ഞുങ്ങളടക്കമുള്ളവർക്ക് ഈ അപ്പാർട്ട്മെന്റുകാർ കൊടുക്കുന്നത്. ഈ നടന്ന സംഭവത്തിൽ ഈ അപ്പാർട്ട്മെന്റിന്റെ അടുത്ത് നിസ്സാരമല്ലാത്ത അങ്ങേയറ്റം നമ്മൾ പറയില്ലേ ജുഹുപ്സാവഹമായിട്ടുള്ള തെറ്റുപറ്റി എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. 4500-നും 5000-നും ഇടയിൽ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു അപ്പാർട്ട്മെന്റിന്റെ ഓണേഴ്സ് അസോസിയേഷൻ എടുക്കേണ്ട ഒരു മുൻകരുതലുകളും ഇവരെടുത്തിട്ടില്ല. പക്ഷെ അത്ര തന്നെ കുറ്റക്കാരാണ് ഈ ഫ്ലാറ്റ് നിൽക്കുന്ന പ്രദേശത്തെ മുനിസിപ്പാലിറ്റിയുടെ റെസ്പോൺസിബിലിറ്റി എന്ന കാര്യം മറക്കരുത്. ഇത്തരം ഈ ഫ്ലാറ്റില് ഞാനിപ്പോ ഈ വിഷയത്തിനെ ഞാൻ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ചോദിക്കട്ടെ, ഈ ഫ്ലാറ്റിന്റെ മലിനജലം അവിടെ നമ്മൾ പറയുന്ന STP എന്ന് പറയുന്ന സ്യൂവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലൂടെ ശുദ്ധീകരിച്ച് വീണ്ടും അവിടെ ഗാർഡനിങ്ങിന് ഉപയോഗിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഇത്തരത്തിൽ ഗാർഡനിങ്ങിന് ഉപയോഗിക്കുന്നു എന്ന് പറയുന്ന ജലം ഏതെങ്കിലും നിലയ്ക്ക് ഈ സമ്പിലേക്ക് എത്തിയോ എന്നുള്ള കാര്യം പോലും ഒരാൾക്കും അറിയാത്തൊരവസ്ഥയാണ്. ഞാൻ ഇന്ന് ഈ സംഭവം അറിഞ്ഞ അതിന്റെ ഗേറ്റിന്റെ പട്ടികയിൽ പോയപ്പോ എല്ലാവരും പറയുന്നത് എന്താണ് ഇവിടെ നടക്കുന്നത് എന്ന് ഒരാൾക്കും അറിയുന്നില്ല. അപ്പൊ 5000 പേർക്ക് താമസ സൗകര്യം ഒരുക്കുന്ന ഒരു അപ്പാർട്ട്മെന്റിനെ അനുമതി കൊടുക്കുന്ന സമയത്ത് അവിടേക്കുള്ള ജലസ്രോതസ് എന്താണെന്ന് അന്വേഷിക്കാൻ നമ്മുടെ നിലവിലെ മുനിസിപ്പാലിറ്റിയുടെ പഞ്ചായത്ത് രാജ് ആക്ടിന്റെ നിയമങ്ങളിൽ ഇല്ല എന്നുള്ളത് അങ്ങേയറ്റം അക്ഷന്തവ്യമായിട്ടുള്ള ഒരു കുറ്റമാണെന്ന് പറയാതിരിക്കാൻ വയ്യ. ഒരു അപ്പാർട്ട്മെന്റിനോ ഒരു വീടിനോ ചൂണ്ടിക്കാണിക്കുന്നത്. ശ്രീ വിജു, ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പം ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് ഈ 2 മണി വരെ ഞാൻ വിചാരിച്ചിരുന്നത് ഓരോ ഇതിലേക്കും ടവറിലേക്കും പല തരത്തിലാണ് ജലസ്രോതസ് വരുന്നത്, പല ഭാഗങ്ങളിൽ നിന്നായാണ്. പക്ഷെ ഇത് അങ്ങനെയല്ല എന്ന് അവിടെ താമസിക്കുന്ന അതിന്റെ ഫ്ലാറ്റിന്റെ പണ്ട് അസോസിയേഷന്റെ പ്രസിഡന്റ് കൂടിയായിരുന്നു ഹരീഷ് ക്ലിയർ ആയി പറയുന്നുണ്ട്. അങ്ങനെയല്ല, എല്ലാ ടവറിലേക്കും ഒരേ വാട്ടർ സോഴ്സ് ആണ് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ തന്നെ വാട്ടർ സോഴ്സ് പലതുണ്ട്. അത് ടാങ്കുകളിലേക്ക് വരുന്നു, അത് അവിടെ നിന്ന് ഒന്നിച്ച് പിന്നീട് ഫ്ലാറ്റുകളിലേക്ക് പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ ഏതിൽ നിന്നാണ് ഈ ഇൻഫെക്ഷൻ എന്നുള്ളത് എങ്ങനെ കണ്ടെത്താൻ കഴിയും? അത് നമ്മൾക്ക് ഈ പറഞ്ഞത് ശരിയാണ്. ഏതിൽ നിന്നാണെന്ന് കണ്ടെത്തേണ്ടതുണ്ട്. അത് ഒരുപക്ഷെ നമുക്കിപ്പോൾ ടാങ്കർ ലോറിക്കാരെ അങ്ങനെ ആരെയും കാർഡടിച്ച് വെടിവെക്കാൻ പറ്റില്ല. എവിടെ നിന്നാണെന്നുള്ളത് നമുക്ക് പരിശോധനയ്ക്ക് ശേഷമേ അത് അറിയാൻ സാധിക്കുകയുള്ളൂ. കാരണം അത് കിണറിൽ നിന്നാണോ, കേരള വാട്ടർ അതോറിറ്റിയിലാകാൻ സാധ്യതയില്ല. കാരണം അവിടെ നിന്ന് ഇപ്പോൾ വളരെയധികം ആളുകൾ ഉപയോഗിക്കുന്നു. അങ്ങനെ അവിടെയും പറഞ്ഞു. അപ്പോൾ അതിൽ നിന്നായിരിക്കില്ല. അല്ലെങ്കിൽ പിന്നെ വരുന്നത് ടാങ്കർ ലോറി. അപ്പോൾ അവിടെ പരിശോധനകൾ നടത്താറുണ്ട് എന്നാണ് നമുക്ക് കിട്ടിയ റിപ്പോർട്ട്. പിന്നെയും അവിടുത്തെ നിലവിലെ അസോസിയേഷൻ പറയുന്നത് ഈ റിപ്പോർട്ട് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത് ഫസ്റ്റ് സമ്പിൽ നിന്നുള്ള റിപ്പോർട്ടാണെന്നത്. അതിനുശേഷം 2 സ്ഥലത്ത് കൂടി ട്രീറ്റ് ചെയ്ത ശേഷമാണ് മൊത്തം വിതരണം ചെയ്യുന്നതെന്നാണ് അവർ പറയുന്നത്, ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ ഇങ്ങനെ ട്രീറ്റ് ചെയ്യുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഇതെങ്ങനെ വന്നു എന്നുള്ളതിനെക്കുറിച്ച് വേറൊരു അന്വേഷണവും നടക്കേണ്ടതുണ്ട്. കാരണം ഇത്രയും ആളുകൾക്ക് ഇപ്പോൾ നമ്മൾക്ക് അറിവനുസരിച്ച് അവിടുന്ന് ഞായറാഴ്ച മുതൽ അതിരൂക്ഷമാകുന്നു. അപ്പൊ അത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നടപടികളിലേക്ക് കടന്നിട്ടുണ്ട്. ഇപ്പം ഇനി ഒരു പരിശോധന നടന്നാൽ അന്ന് വന്ന ഈ ഇൻഫെക്ഷൻ വന്നത് ഏത് ദിവസത്തെ വാട്ടർ ടാങ്കറിൽ വന്ന വെള്ളമാണ്. ഇപ്പൊ വാട്ടർ ടാങ്ക് ഞാൻ അനുമാനിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ അത് കണ്ടെത്താൻ കഴിയുമോ നമുക്ക്?
അല്ല, വാട്ടർ ടാങ്കിലെ വെള്ളം അന്നുണ്ടായി ഇതിന് ശേഷം അവർ കംപ്ലീറ്റും അവിടെ നിന്ന് എം ടി ആക്കി എന്നാണ് ഒരു അവിടുത്തെ അസോസിയേഷൻ വരുന്നത്. അത് പുതിയ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഒരു മറ്റേ ടാങ്കർ വെള്ളം മാത്രമാണ് ഇപ്പോൾ അവിടെ ഉപയോഗിക്കുന്നതെന്നാണ് അവർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ടാങ്കറിലെ വെള്ളം അവർക്ക് പരിശോധിക്കാമല്ലോ. അതാണ് നിലവിൽ ഇപ്പോൾ ചെയ്യുന്നത്. ഇനി അല്ലെങ്കിൽ ഇനി കിണറിലെ വെള്ളമാണെങ്കിൽ ഓൾറെഡി എപ്പോൾ വേണമെങ്കിലും നമ്മൾക്ക് പരിശോധിക്കാം. അപ്പോൾ അതിനും വഴിയുണ്ട്. പിന്നെ വാട്ടർ അതോറിറ്റിയിലാണെങ്കിൽ ഇപ്പോൾ അവിടെ മാത്രമല്ല എല്ലായിടത്തും സംഭവിച്ചതന്നെ. അപ്പോൾ ടാങ്കറിലെ ആണോ കിണറിലെ ആണോ എന്നുള്ളത് ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫാമിലി ഹെൽത്ത് സെൻ്റർ ഉൾപ്പെടെ DMO ഉൾപ്പെടെ എല്ലാവരും ബന്ധപ്പെട്ട് വേണ്ട നടപടികൾ അവിടെ സ്വീകരിക്കുന്നുണ്ട്. പിന്നെ നിലവിലുള്ള ടാങ്കിലെ വെള്ളം ഒഴിവാക്കാൻ വേണ്ടി MLA സ്ഥലത്ത് രാവിലെ ഉമാ തോമസ് MLA രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ അവിടെ ഉണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി ബന്ധപ്പെട്ട എല്ലാ തലത്തിലും നടപടികൾക്കായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോൾ നേരത്തെ ചൂണ്ടിക്കാട്ടിയ മാതിരി തൃക്കാക്കര നഗരസഭയിലെ MK ഹരിദാസ് ചൂണ്ടിക്കാണിച്ചൊരു കാര്യം, അതായത് മലിനജലം ട്രീറ്റ് ചെയ്ത് ഗാർഡനിങ്ങിന് ഉപയോഗിക്കുന്നുണ്ട്. അതിൽ ഏതെങ്കിലും തരത്തിൽ അതായത് എന്തെങ്കിലും സംഭവിച്ചോ എന്ന് അറിയാൻ അവിടെ താമസിക്കുന്ന നിങ്ങളടക്കമുള്ള ആളുകൾക്ക് കഴിയുമോ? അതിനുള്ളൊരു സാധ്യതയുണ്ട്. 1. 2, ഈ ഫ്ലാറ്റുകളിൽ പലതിലും ഈ RO പ്ലാന്റ്, വാട്ടർ പ്യൂരിഫയർ ഉണ്ടാകും. അങ്ങനെ ഉണ്ടോ? അത് ഇല്ലാത്ത ഇടങ്ങളിൽ മാത്രമാണോ ഇൻഫെക്ഷൻ സംഭവിച്ചത്? അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായും നിങ്ങൾ ആളുകളോട് സംസാരിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ എന്തെങ്കിലും അറിയുമോ? നമ്മൾ ഈ ഒരു സാഹചര്യം മുതലെടുത്തുകൊണ്ട് ഇതിൻ്റെ ദശ മാറ്റി സംസാരിക്കുന്നതിൽ ഹരിദാസ് സാർ പറഞ്ഞുകൊണ്ട് ഞാൻ യോജിക്കുന്നില്ല. കാരണം ഇത് മലിനജലം അല്ലെങ്കിൽ ഗാർഡനിൽ യൂസ് ചെയ്യുന്ന മലിനജലം യൂസ് ചെയ്യുന്ന അതൊന്നും ഇവിടെ ഒരു ഇഷ്യൂ അല്ല. ഇതെല്ലാം പ്രോപ്പറായിട്ട് മുനിസിപ്പാലിറ്റിയിൽ നിന്നും വാട്ടർ അതോറിറ്റിയിൽ നിന്നും അതോറിറ്റീസിൽ നിന്നും എല്ലാവരുടെ അടുത്തു നിന്നും പ്രോപ്പറായിട്ടുള്ള സാങ്ഷൻസും അപ്രൂവൽസും കിട്ടി അവരിവിടെ പീരിയോഡിക്കലായിട്ടുള്ള ചെക്കിങ്ങും കാര്യങ്ങളും STP എല്ലാം പ്രോപ്പറായിട്ട് ചെയ്യുന്ന, വേണമെങ്കിൽ എന്താ പറയുക, എല്ലാം ക്ലിയറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു പോകുന്ന ആർക്ക് വേണമെങ്കിൽ എപ്പോഴും വന്ന് എക്സാമിൻ ചെയ്യുക. ഇതൊക്കെ ഇയർലി എക്സാമിനേഷന് സബ്ജക്റ്റഡ് ആയിട്ടുള്ള സാധനങ്ങളാണ്. ഇതെല്ലാം വളരെ ക്ലിയറായി ചെയ്തു പോകുന്ന ഒരു സംഭവമാണ്. പുറത്തുനിന്നുള്ള ആൾക്കാർക്ക് അദ്ദേഹം റോട്ടിൽ കൂടെ പാസ് ചെയ്യുമ്പം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എന്താണ് നടക്കുന്നത് തോന്നുന്നു അത് വിസ്മയിപ്പിക്കാൻ ജനങ്ങളെ. പക്ഷേ ഈ ഒരു ഇഷ്യൂവിന് നമ്മൾ ഡയമെൻഷൻ മാറ്റി ചിന്തിക്കുമ്പം അത് ജനങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്ന തെറ്റായ മെസ്സേജ് ആയിരിക്കും. ഇവിടെ അതല്ല ഇഷ്യൂ. ഇവിടെ ഇപ്പോൾ പറഞ്ഞ മാതിരി അതോറിറ്റീസിൽ നിന്നും ഇങ്ങനെ ഈ പറയുന്ന ഇഷ്യൂസ് ഒന്നും ഇവിടെ ഇല്ല. മലിനജലം മാറി കയറിപ്പോയി അതങ്ങനത്തെ ഒരു ഇഷ്യൂസൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അങ്ങനത്തെ ഒരു ഇഷ്യൂസും ഉണ്ടായിട്ടില്ല. അത് പറയുന്നത് ശരിയല്ല. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഇപ്പം ഈ ഞായറാഴ്ച ഈ വിഷയം അറിഞ്ഞ് നഗരസഭയിലെ ഉദ്യോഗസ്ഥർ അവിടേക്ക് വന്നു. പക്ഷെ അവർക്ക് ഞായറാഴ്ച അതിനെക്കൊണ്ടൊന്ന് സാമ്പിൾ എടുക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു. അന്ന് അവിടേക്ക് എത്തിയതിൽ ഈ ആരോഗ്യ വിഭാഗത്തിന്റെ ആരെങ്കിലും ഉണ്ടായിരുന്നു? അവർ എന്തെങ്കിലും തുടർ നടപടികൾ അല്ലെങ്കിൽ എന്തെങ്കിലും നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾക്ക് നൽകിയിരുന്നോ? ഞായറാഴ്ച ആയതുകൊണ്ട് ഇപ്പോഴത്തെ സ്റ്റാഫ് 1-2 ആൾക്കാർ കുറവുണ്ടെന്നേ ഉള്ളൂ. പക്ഷേ ഞായറാഴ്ച ആരോഗ്യവകുപ്പിൻ്റെ എല്ലാവരും വന്നു. അവർ വളരെയേറെ സപ്പോർട്ടീവായിരുന്നു. അവരിത് മുഴുവനും പഠിച്ചു, കാര്യങ്ങൾ പഠിച്ചു. അവരെല്ലാവർക്കും വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനൊരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ എന്ത് ചെയ്യണം, ഇപ്പോഴുള്ള നിലവിലുള്ള സിറ്റുവേഷനെ എങ്ങനെ സാൽവേജ് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ തരണം ചെയ്യാം എന്നുള്ള രീതിയിലുള്ള എല്ലാ തരത്തിലുള്ള ഗൈഡ് ലൈൻസും തന്നിട്ടുണ്ട്. അതിപ്പോൾ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ഇടയിലുള്ള എല്ലാ ഫോറമുകളിലും സോഷ്യൽ മീഡിയയിലും അത് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് വളരെ, അതേപോലെ തൃക്കാക്കര മുനിസിപ്പാലിറ്റി കേട്ടോ, ചെയർപേഴ്സണൊക്കെ ഇവിടെ 2 ദിവസമായിട്ടുണ്ട്. ത്രൂ ഔട്ട് കൗൺസിലർ ബിജു എല്ലാവരും അവരുടെ ഭാഗത്തു നിന്നൊക്കെ ഫുൾ സപ്പോർട്ടുണ്ട്. MLA വന്നു. എല്ലാവരും ഇതിൻ്റെ രൂക്ഷമായ ഒരു സിറ്റുവേഷൻ അറിഞ്ഞിട്ട് എല്ലാവരും ഓടിയെത്തി. വെറുതെ വന്നു പോവല്ല, അവരിവിടെ മുഴുവൻ സമയം ഉണ്ടായിട്ടുണ്ട്. എന്തൊക്കെ അവരുടെ ഭാഗത്തു നിന്ന് ചെയ്യാൻ പറ്റുന്ന ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടോ അതൊക്കെ അവരിവിടെ നിന്ന് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ഇവിടെ ആൾക്കാരുണ്ട്. 2 ഹോസ്പിറ്റൽ ഇപ്പോൾ ഉള്ളിൽ ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. ആസ്റ്ററും ഗവൺമെൻറ് ഹോസ്പിറ്റൽ എറണാകുളത്തു നിന്നും ഒരു ഫുൾ സെറ്റ് ആംബുലൻസും ഒരു ഫുൾ സെറ്റ് ഡോക്ടേഴ്സും എല്ലാവരും വന്ന് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ആസ്റ്റർ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം അതാണ് ഇവിടുത്തെ സിറ്റുവേഷൻ ഇപ്പം നിലവിലുള്ളത്. വളരെ അനുകൂലമായൊരു ഇതാണ് ഞങ്ങൾക്ക് ആരോഗ്യവകുപ്പ് എല്ലാ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ലഭിക്കുന്നത്. അതെന്തായാലും ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. തിരികെ ചർച്ചയിലേക്കാണ്. ശ്രീ MK ഹരിദാസ്, താങ്കൾ ഇതുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പം അവിടെ താമസിക്കുന്ന വ്യക്തി ഹരീഷ്, അദ്ദേഹം പറയുന്നത് അതും അങ്ങനെ ആ രീതിയിൽ ഇതിനെ വ്യാഖ്യാനിക്കേണ്ട, ഇതിന്റെ ദിശ മാറ്റേണ്ട ഒരു സാഹചര്യമില്ല. എല്ലാവരും അനുകൂലമായി തന്നെ, എല്ലാ വിഭാഗങ്ങളും അനുകൂലമായി തന്നെ ഇപ്പോൾ ഈ വിഷയത്തിൽ ഇടപെടുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ അപ്പോഴും ഒരു ആശങ്ക ജനിപ്പിക്കുന്ന ഒരു കാര്യം, ഇത് അറിഞ്ഞിട്ടും ഒരു നടപടിയും സ്വീകരിച്ചില്ല. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു റിപ്പോർട്ട് നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. ഫ്ലാറ്റ് ഉടമയുടെ കയ്യിൽ ആ റിപ്പോർട്ടുണ്ട്. 29-ാം തീയതി കിട്ടിയ റിപ്പോർട്ടാണ്. ഇന്ന് ഇത്രയും ദിവസമായി, ജൂൺ പകുതിയാകുന്നു. അപ്പൊ അതിലെന്ത് നടപടി സ്വീകരിച്ചു എന്നുള്ളത് അറിയിക്കേണ്ട ബാധ്യതയില്ലേ അവർക്ക്?
തീർച്ചയായിട്ടും എന്താ അത്ര സംശയമുള്ളത്? അദ്ദേഹം ഇപ്പൊ പറഞ്ഞതൊക്കെ കതിരിന് വളം വെക്കണ കാര്യങ്ങളാണ്. ആസ്ട്ര മെഡിസിറ്റിയുടെ യൂണിറ്റും സൺറൈസിന്റെ യൂണിറ്റും ജനറൽ ആസ്പത്രിയുടെ യൂണിറ്റും അതൊക്കെ കതിരിന് വളം വെക്കുകയാണ് ശ്രീ ഹരീഷ്. താങ്കൾ പറയുന്നത് ഒരു അഭിഭാഷകന്റെ കാഴ്ചപ്പാടോട് കൂട്ടാണ്, ഞാൻ പറയുന്നത് ഒരു പൊതുജന സേവകന്റെ കാഴ്ചപ്പാടോട് കൂട്ടാണ്. ഞാൻ അവിടെ സെപ്റ്റി ടാങ്കിലെ മലിനജലം അതിൽ കലർന്നു എന്നല്ല പറയുന്നത്. പുറത്തു നിൽക്കുന്നവർക്ക്, കാണുന്നവർക്ക് അത്തരത്തിലൊരു ആശങ്ക കൂടി വരത്തക്ക തോതിലുള്ള അനാസ്ഥ അവിടെ നടന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാണ്ട് ഞാൻ അങ്ങനെ കലർന്നിട്ടുണ്ട് ഈ ചർച്ച വഴി തിരിച്ചു വിട്ടിട്ട് എനിക്കിതിൽ പ്രത്യേകിച്ച് ഒന്നും നേടാനില്ല. കാരണം ഞാൻ ഇപ്പോഴും താങ്കളോടും താങ്കളുടെ അപ്പാർട്ട്മെന്റിലുള്ളവരും പറയുന്നു, താങ്കളുടെ അവിടെ നിങ്ങളുടെ അപ്പാർട്ട്മെന്റിൽ സപ്ലൈ ചെയ്തിരുന്ന ടാങ്കറിൽ സപ്ലൈ ചെയ്തിരുന്ന കുടിവെള്ളം മുഴുവൻ എവിടെ നിന്നാണ് എടുക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയില്ല എന്നുള്ളതിന്റെ വലിയൊരു അബദ്ധജടിലമായിട്ടുള്ള കാരണം കൊണ്ടാണ് ഇത്തരത്തിലൊരു ദുരന്തം നിങ്ങൾ ഗേറ്റ് തുറന്നിട്ട് നിങ്ങളുടെ ഫ്ലാറ്റിലേക്ക് പണം കൊടുത്തു വരുത്തിയിരിക്കുന്നത്. കാരണം നിങ്ങൾ ഓർഡർ ചെയ്യുന്നു, നിങ്ങളുടെ അസോസിയേഷൻ ആരോ നിങ്ങളുടെ സെക്യൂരിറ്റിയോ അല്ലെങ്കിൽ അവിടുത്തെ കെയർ ടേക്കറോ വെള്ളം ഓർഡർ ചെയ്യുന്നു. എവിടുന്നാണ് ഈ വെള്ളം വരുന്നത്? അപ്പൊ ഇത്തരത്തിൽ ജനസാന്ദ്രമായ ഒരു അപ്പാർട്ട്മെന്റിലേക്ക് വരുന്ന വെള്ളം ഒന്ന് പരിശോധിക്കാനുള്ള ഒരു ഉത്തരവാദിത്തം മുനിസിപ്പാലിറ്റിക്കും ഉണ്ട്. ഇപ്പൊ അവിടെ ചെയർപേഴ്സണും ഉമാ തോമാസും കാണിക്കുന്ന ഇന്തൂസിയാസം ഒരു 15 ദിവസം മുമ്പ്, ഒരു മാസം മുമ്പ് ഒരിക്കലെങ്കിലും കാണിച്ചിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ദുരന്തം വരില്ല. താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഇന്ന് അവിടെ ഈ മലിനജലത്തിന്റെ ഈ കുടിവെള്ളം ഇത്തരത്തിൽ കുടിച്ചതിന്റെ പേരിൽ 2 പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് ജീവഹാനി സംഭവിച്ചിരുന്നുവെങ്കിൽ ഇതിനെ ഇത്ര ലളിതമായിട്ട് നമുക്ക് കാണാൻ പറ്റുമോ? അപ്പൊ അവിടെ ഇത്തരത്തിൽ ആശുപത്രികളുടെ യൂണിറ്റൊക്കെ വന്നിട്ട് ഇപ്പൊ കാണിക്കുന്ന ഈ പ്രഹസനമല്ല ഞങ്ങളെ പോലുള്ളവർക്ക് വേണ്ടത്. ഞങ്ങൾ പറഞ്ഞില്ലേ, ഈ കേരളത്തിലെ പ്രത്യേകിച്ച് എറണാകുളം, കാക്കനാട് കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ അപ്പാർട്ട്മെന്റുകൾ ഇങ്ങനെ കൂണുപോലെ മുളച്ചു പൊന്തുമ്പോൾ അവിടേക്കുള്ള ജലസ്രോതസ് എങ്ങനെ ലഭിക്കുമെന്ന് ഈ മുനിസിപ്പാലിറ്റി ശ്രദ്ധിക്കുന്നില്ല. ശ്രീ ഹരീഷ്, താങ്കൾ ഒരു അഭിഭാഷകനായതുകൊണ്ട് വേണമെങ്കിൽ ഞാനുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ രേഖകൾ തരാം. ഇവിടെ അപ്രൂവൽ കൊടുക്കുമ്പോൾ ഈ വെള്ളം എവിടുന്നാണ്? കുടിവെള്ളം ഞാൻ പറഞ്ഞില്ലേ, ജീവജലമാണ്. അത് എവിടെ നിന്ന് ഈ അപ്പാർട്ട്മെന്റിലേക്ക് വരും? 100 ആളുടെ അപ്പാർട്ട്മെന്റ് ആവട്ടെ, 2 ആളുടെ അപ്പാർട്ട്മെന്റ് ആവട്ടെ, 5000 ആളുടെ അപ്പാർട്ട്മെന്റ് ആവട്ടെ, അത് ശ്രദ്ധിക്കാത്ത ഇവിടുത്തെ ജില്ലാ ഭരണകൂടവും ഇവിടുത്തെ മുനിസിപ്പാലിറ്റിയും ഈ കാര്യത്തിൽ ഇപ്പോൾ നിങ്ങളുടെ ഈ അപ്പാർട്ട്മെന്റിൽ നടന്ന ദുരന്തത്തിന്റെ ഭാഗബുക്കാണെന്ന് ഞാൻ തീർച്ചയായിട്ടും പറയും. അതിൽ പറയാതിരിക്കാൻ ഓർത്തില്ല. പിന്നെ ആരും ഒരു കാര്യം മനസ്സിലാക്കുക, ഒരു 2-3 ദിവസം ഇതിന്റെ ചർച്ച നടക്കും, ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നടക്കും. അദ്ദേഹം ഒരു മാൻഡേറ്ററി ചെക്കിങ്ങിന്റെ കാര്യം പറഞ്ഞു. അവിടെ കൃത്യമായിട്ട് ശ്രീ ഹരീഷ്, താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഇവിടുത്തെ ഈ അതോറിറ്റികളുടെ മാൻഡേറ്ററി ചെക്കിങ്ങും അവർ കാറിൽ വരുന്നതും അവർ തിരിച്ചു പോകുന്നതും ഒക്കെ കൃത്യമായിട്ടുള്ള മാൻഡേറ്ററി ചെക്കിങ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പ്രകാരം നടത്തിയിട്ടാണ് താങ്കൾ തെളിയിച്ച താങ്കൾക്ക് ഞാനൊരു അവാർഡ് തരാം. നിങ്ങളുടെ അവിടെ ഒരു അപ്പാർട്ട്മെന്റിലെ ഏതൊരു അതോറിറ്റി ആവട്ടെ, ഫയർ ഫൈറ്റിങ്ങിന്റെ ഇവിടുത്തെ ഫയർ റെസ്ക്യൂവിന്റെ ഡിപ്പാർട്ട്മെന്റ് ആവട്ടെ, വന്നിട്ട് നടത്തുന്ന മാൻഡേറ്ററി ചെക്കിങ് എങ്ങനെയാണ് അവർ തിരിച്ചു പോകുന്നത്? ഈ അസോസിയേഷൻ ഭാരവാഹികൾ കൊടുക്കുന്ന കവർ മേടിച്ചിട്ട് തിരിച്ചു പോവുകയാണെന്നുള്ള കാര്യം ആർക്കാണ് അറിയാത്തത് ശ്രീ ഹരീഷ്? അപ്പൊ ഇത്തരത്തിലുള്ള ചർച്ചയെ വഴി മാറ്റിയിട്ട് ഞാൻ ഇത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. അപ്പൊ മാൻഡേറ്ററി ചെക്കിങ്ങിന്റെ വലിപ്പം ഒന്നും പറഞ്ഞിട്ട് ഈ ദുരന്തത്തെ ലഘൂകരിക്കാൻ താങ്കൾ ഏത് ഭാഗത്തു നിന്നും ഞാൻ ഇടപെടുകയാണ്. നമുക്കറിയണം, ഇപ്പം ഇത്രയും 5000-ഓളം പേർ താമസിക്കുന്ന ഒരു ഫ്ലാറ്റാണ്, ഫ്ലാറ്റ് സമുച്ചയമാണ്. ആദ്യമൊക്കെ പല സംശയങ്ങളും ഉണ്ടായിരുന്നു. കാരണം കാക്കനാടുള്ള ഇൻഫോ പാർക്കിലൊക്കെ ജോലി ചെയ്യുന്ന യുവാക്കൾ, അവർ കൂടുതലും സ്വിഗ്ഗി ഡെലിവറി, സൊമാറ്റോ ഡെലിവറി വഴി ഫുഡ് വാങ്ങാറുണ്ട്. അപ്പം ആ രീതിയിലുള്ള ഒരു ഇൻഫെക്ഷൻ വന്നതാണോ എന്ന സംശയം ആദ്യം ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയല്ല. ഇപ്പം അവിടെ താമസിക്കുന്ന ഹരീഷ് തന്നെ ക്ലിയറായി പറയുന്നുണ്ട്, എല്ലാവർക്കും ഒരേ തരത്തിലുള്ള ലക്ഷണങ്ങളാണ്, ഒരേ സമയത്താണ്. അപ്പം എന്തായാലും ഇനി ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടക്കുന്നുണ്ട്, കൃത്യമായ വിവരങ്ങൾ പുറത്തേക്ക് വരട്ടെ. ഈ ശ്രീ MK ഹരിദാസ് പറഞ്ഞതുപോലെ ഇത്രയും അധികം ആളുകൾ താമസിക്കുന്ന ഒരു സ്ഥലത്തേക്ക് കുടിവെള്ള സ്രോതസ്സുകൾ അത് എല്ലാ തരത്തിലും അതിന്റെ സുരക്ഷിതമാണോ? കാരണം കുട്ടികളും പ്രായമായവരും ഒക്കെ ഇപ്പോൾ ചികിത്സയിലാണ്. അത് സുരക്ഷിതമാണോ എന്ന് ഉറപ്പ് വരുത്തേണ്ടത് കൂടി അധികൃതരുടെ ഉത്തരവാദിത്തമാണ്. ആ ചികിത്സയിൽ 5 പേരുണ്ട്. അവർ എത്രയും പെട്ടെന്ന് ആരോഗ്യ പ്രശ്നങ്ങളില്ലാതെ തിരിച്ചു വരട്ടെ. ഇത് ഇത്രയും മാത്രമാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുക.